കോട്ടയം ജില്ലയിലെ കടനാട് നിവാസികളുടെ യാത്രാചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് മഡോണ. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന ആ കാലഘട്ടത്തിൽ കടനാട് നിവാസികളുടെ യാത്രാക്ലേശങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു ഈ ബസ് സർവീസ്. 1987 ഒക്ടോബർ 7-ാം തീയതി KBF 5880 എന്ന ബസ്സുമായി കൂത്താട്ടുകുളം, അമനകര, രാമപുരം, പിഴക്, കടനാട്, പാലാ റൂട്ടിൽ സർവീസ് ആരംഭിച്ചു. ശ്രീ ജേക്കബ് സി വർഗീസ് എന്ന വ്യക്തിയുടെ ദീർഘവീക്ഷണത്തിൽ നിന്നാണ് ഈ ബസ് സർവീസ് ആരംഭിക്കുന്നത്. അതിനുശേഷം 2004 ഫെബ്രുവരി മാസത്തോടെ KBF 5880 എന്ന ബസ് 17 വർഷത്തെ സേവനത്തിന് ശേഷം റീപ്ലേസ് ചെയ്യുകയും KL 17A 2244 എന്ന പുതിയ ബസ് കടനാട് പെർമിറ്റിൽ ഇടുകയും ചെയ്തു. 2005 ഒക്ടോബർ മാസത്തോടെ കൂത്താട്ടുകുളം, അമനകര, രാമപുരം, പിഴക്, ഐങ്കൊമ്പ്, പാലാ റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന പ്രിൻസ് ബസിൻ പെർമിറ്റ് എടുക്കുകയും തുടർന്ന് മൂവാറ്റുപുഴയിലെ AMR കോച്ചിൽ പണിത്തിറക്കിയ KL 17C 6768 എന്ന പുതിയ ബസുമായി ഈ പെർമിറ്റിൽ സർവീസ് ആരംഭിക്കുകയും ചെയ്തു. 2012 ഫെബ്രുവരി മാസത്തോടെ കടനാട് പെർമിറ്റിൽ ഓടിക്കൊണ്ടിരുന്ന KL 17A 2244 എന്ന ബസ് കൂത്താട്ടുകുളത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് റീബോഡി ചെയ്യുകയും ചെയ്തു. അതിനുശേഷം 2013 ഒക്ടോബർ പകുതിയോടെ പ്രിൻസ്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പെർമിറ്റ് 8 വർഷത്തെ സർവീസിനു ശേഷം നിർത്തുകയാണുണ്ടായത്. 2018 സെപ്റ്റംബർ അവസാനത്തോടെ കടനാട് പെർമിറ്റിൽ ഓടിക്കൊണ്ടിരുന്ന KL 17A 2244 എന്ന ബസ് 14 വർഷത്തെ സേവനത്തിനു ശേഷം റീപ്ലേസ് ചെയ്യുകയും തുടർന്ന് കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിൽ നിന്ന് പണിതിറക്കിയ KL 17S 7075 എന്ന പുതിയ ബസ് നിരത്തിലിറക്കുകയും ചെയ്തു. 1987 തുടങ്ങിയ ആ യാത്ര ഇന്നും മുടക്കമില്ലാതെ തുടരുമ്പോൾ അത് കേവലം ഒരു ബസ് സർവീസ് എന്നതിലുപരി ഒരു നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസ്യതയുടെയും സ്ഥിരതയുടെയും പ്രതീകമാണ്. കടനാട് നിവാസികളുടെ യാത്രാചരിത്രത്തിൽ മഡോണയുടെ പേര് എന്നും പ്രിയപ്പെട്ട ഒന്നായി തന്നെ നിലനിൽക്കും. 2025 ഒക്ടോബർ 7-ാം തീയതി 38 വർഷം പൂർത്തിയാക്കിക്കൊണ്ട് ഇന്നും വിജയകരമായി സർവീസ് തുടരുന്നു.